ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് സദ്യ സ്പെഷ്യൽ കാബേജ് തോരനാണ്. സദ്യയിലൊക്കെ വിളമ്പി കിട്ടുന്ന രീതിയിലുള്ള ഒട്ടും കുഴഞ്ഞു പോവാതെ ഇതുപോലെ നല്ല തരിതരിയായി കിടക്കുന്ന നല്ലൊരു കാബേജ് തോരന്റെ റെസിപ്പിയാണ് ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന കാബേജ് തോരനെക്കാട്ടിലും കുറച്ചും കൂടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ സദ്യയിലൊക്കെ കിട്ടുന്ന കാബേജ് തോരൻ. അതേ രീതിയിൽ അതേ രുചിയോട് കൂടി നമ്മൾക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഈ ഒരു കാബേജ് തോരൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സദ്യ സ്പെഷ്യൽ കാബേജ് തോരൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. യമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. തോരൻ ഉണ്ടാക്കാനായി ഞാൻ ഇവിടെ ഒരു മീഡിയം സൈസ് കാബേജിന്റെ അരമുറിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഏകദേശം ഒരു 200-250 ഗ്രാം ഉണ്ടാവും. ഇതിനി പൊടിയായി ഒന്ന് കൊത്തി അരിഞ്ഞെടുക്കണം. കാബേജ് ഇവിടെ പൊടിയായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ചോപ്പറിലിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ്. നിങ്ങൾക്ക് കൊത്തി അരിഞ്ഞും എടുക്കാവുന്നതാണ്. വളരെ ചെറിയ നൈസായിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി വേണം. ഒരു ചെറിയ ക്യാരറ്റ് കാബേജ് അരിഞ്ഞ അതേ രീതിയിൽ തന്നെ കൊത്തി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു മീഡിയം സൈസ് സവാള ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. 3 പച്ചമുളക് ചെറുതായി വട്ടത്തിൽ അരിഞ്ഞതും കൂടി എടുത്തിട്ടുണ്ട്. അരമുറി തേങ്ങ നന്നായി ചിരകി എടുത്തു വെച്ചിട്ടുണ്ട്. ഇത്രയുമാണ് നമ്മൾ കാബേജ് തോരനായി എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ്. ഇനി നമ്മൾക്ക് തേങ്ങ ഒഴികെ ബാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളൊക്കെ ഈ കാബേജിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കണം. പൊടിയായി അരിഞ്ഞെടുത്ത ക്യാരറ്റും അതേപോലെ തന്നെ വളരെ ചെറുതായി അരിഞ്ഞ സവാളയും വട്ടത്തിൽ ചെറുതായി അരിഞ്ഞ പച്ചമുളകും കൂടെ നമ്മൾക്ക് കാബേജിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 2 തണ്ട് കറിവേപ്പില കൂടെ ചേർക്കുന്നുണ്ട്. കറിവേപ്പില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. സദ്യയിലേക്കുള്ള കാബേജ് തോരന് നമ്മൾ കുരുമുളക് പൊടി കൂടെ ചേർക്കും. ആ കാബേജിന്റെ ഒരു കുത്തൽ മാറാനാണ് ഇതുപോലെ കുരുമുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈവച്ച് ഒരുപാട് പ്രഷർ കൊടുത്ത് മിക്സ് ചെയ്യൊന്നും വേണ്ട. ആ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പുമൊക്കെ കാബേജിന്റെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതിയാവും. കാബേജ് ഒക്കെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം. കടായി നന്നായി ചൂടായി വരുമ്പം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായി ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് കൂടി ചേർക്കാം. ഉഴുന്നിന് പകരം നിങ്ങൾക്ക് കടലപ്പരിപ്പ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഈ ഉഴുന്ന് ചെറുതായി ഒന്ന് മൂത്ത് വരുന്നത് വരെ നമ്മൾക്കൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു കളർ ആവുമ്പോഴത്തേക്കും ഇതിലേക്ക് 2 വറ്റൽമുളക് ചെറുതായി മുറിച്ചതും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. വറ്റൽമുളക് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കണം. ആദ്യം തന്നെ നമ്മൾ തേങ്ങ ചിരകിയത് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. തേങ്ങയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടാനാണ് ഇതുപോലെ വഴറ്റിയെടുക്കുന്നത്. എന്നാൽ മാത്രമേ കാബേജ് തോരൻ കുറച്ചധികം നേരം കേടാവാതിരിക്കുകയുള്ളൂ. തേങ്ങ ഒരിക്കലും നിറം മാറിപ്പോവരുത്. ഇതുപോലെ 1-2 മിനിറ്റ് നന്നായി ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. വെള്ളമൊക്കെ വലിഞ്ഞ് നല്ല പാകത്തിനാവുന്ന സമയത്ത് നമ്മൾക്കിതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കാബേജ് ഇട്ട് കൊടുക്കാം. ഇപ്പോ തേങ്ങയിലെ വെള്ളമൊക്കെ വലിഞ്ഞ് ഒട്ടും കളറ് മാറാതെ നല്ല പാകത്തിനായിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കാബേജ് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കണം. അതിനുശേഷം നമ്മൾക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങ കാബേജിന്റെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മൂടി അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് നമ്മൾക്കൊന്ന് ചെറുതീയിൽ വേവിച്ചെടുക്കണം. ഇപ്പോ കാബേജ് ഒക്കെ നല്ലവണ്ണം നന്നായി ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊന്ന് തട്ടിപ്പൊത്തി വെച്ചതിന് ശേഷം മൂടി അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് നേരത്തേക്ക് നമ്മൾക്കൊന്ന് ചെറുതീയിൽ വേവിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ ഒരിക്കലും വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഈ സവാളയിൽ നിന്നും കാബേജിൽ നിന്നൊക്കെ ഇറങ്ങുന്ന വെള്ളത്തിൽ തന്നെ വേണം ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ വേണം ഇത് വേവിച്ചെടുക്കാൻ.
2 മിനിറ്റിന് ശേഷം നമ്മൾക്ക് മൂടി തുറക്കാം. പച്ചക്കറിയിൽ നിന്നൊക്കെ നന്നായി വെള്ളം ഇറങ്ങി ഒരു 1/4 വേവ് പാകത്തിനായിട്ടുണ്ട്. ഇത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് മൂടി അടച്ചു വെച്ച് ചെറുതീയിൽ 1 മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് തന്നെ പച്ചക്കറികളൊക്കെ നന്നായി വെന്ത് കിട്ടും. രണ്ടാമത് മൂടി അടച്ച് 1 മിനിറ്റ് വേവിച്ചതിന് ശേഷം നമ്മൾക്ക് മൂടി തുറക്കാം. കാബേജ് ഒക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നല്ല പാകത്തിന് പച്ചക്കറികളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കേണ്ട കാര്യമില്ല. ഹൈ ഫ്ലെയിമിലിട്ട് വെള്ളമൊക്കെ നന്നായി ഒന്ന് വറ്റി നല്ല ഡ്രൈ ആയി വരുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. 1-2 മിനിറ്റ് നന്നായി ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് ഇതുപോലൊന്ന് ഇളക്കിയെടുത്താൽ നല്ലവണ്ണം വെള്ളമൊക്കെ വറ്റി നല്ല ഉതിർന്ന് വരുന്ന രീതിയിൽ കാബേജ് തോരൻ നമുക്ക് റെഡിയായി കിട്ടും. ഇപ്പോൾ തോരനിലെ വെള്ളമൊക്കെ നന്നായി വറ്റി നല്ല പാകത്തിനുള്ള കാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് മതിയാവും. ഇനി നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം സെർവ് ചെയ്യാവുന്നതാണ്. സദ്യകളിൽ വിളമ്പുന്ന കാബേജ് തോരൻ വളരെ എളുപ്പത്തിൽ നമ്മൾക്ക് വീട്ടിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. നിങ്ങളും ഈ ഓണത്തിന് ഇതുപോലെ കാബേജ് തോരൻ ഉണ്ടാക്കി നോക്കൂ. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്നതായിരിക്കും.